ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രിഫിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള 2 ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കഴിഞ്ഞ 2 ക്ലാസ്സസ് കാണാത്തവർ അതും കൂടിയിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂജ് ആണ്. അപ്പോൾ സെൻട്രിഫിഗേഷനിൽ വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ് സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്ന അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ഫിൽട്രേഷൻ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആണ്. സോ സെഡിമെൻറ്റേഷൻ സെൻട്രിഫ്യൂജ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ടൈപ്പ് സെൻട്രിഫ്യൂജ് ആൻഡ് ദി സെപ്പറേഷൻ ഒക്കേഴ്സ് ബൈ ദി ഡെൻസിറ്റി ഡിഫറൻസസ് ബിറ്റ്വീൻ 2 phases. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്? ഡെൻസിറ്റി ഡിഫറൻസസ് ബിറ്റ്വീൻ ദി 2 phases എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും. അപ്പോൾ സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസസിൻ്റെയും തമ്മിലുള്ള ഡെൻസിറ്റി ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പൽ പോർഷൻ പറയാനായിട്ട്. അടുത്ത് വരുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. സോ എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ പെർഫറേറ്റഡ് ബാസ്ക്കറ്റ് ആൻഡ് സപ്പോർട്ടഡ് ഫ്രം എ മോട്ടോർ ഡ്രിവൻ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ്. അതായത് ഇതിന് എന്താണുള്ളത്? ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു പെർഫറേറ്റഡ് ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ബാസ്ക്കറ്റ്, അതിൽ കുറേ പെർഫറേഷൻസ് പ്രസൻ്റ് ആണ്. അത് വെർട്ടിക്കലിയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഫ്രം എ മോട്ടോർ ഡ്രിവൻ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ്. അതെന്താണ്? ഹൊറിസോണ്ടലി ഇരിക്കുന്ന ഷാഫ്റ്റിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതൊരു മോട്ടോറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറയുന്നത് ദി ഫീഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദി ഫീഡ് ഇൻലെറ്റ്. അപ്പോൾ എന്താണ്? ഫീഡ് ഇൻലെറ്റ് പ്രസൻ്റ് ആണ്. സോ അത് വഴിയിട്ടാണ് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ വാഷ് പൈപ്പ് ആൻഡ് സോളിഡ് കേക്ക് ഈസ് റിമൂവഡ് ബൈ മീൻസ് ഓഫ് എ നൈഫ് ത്രൂ ഡിസ്ചാർജ് അസംബ്ലി. അപ്പോൾ എന്താണ്? ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കൊരു ഫീഡ് ഇൻലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോം ചെയ്യും? ഒരു സോളിഡ് കേക്ക് ഫോം ചെയ്യും. അതിനെ വാഷ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു വാഷ് പൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തെടുക്കുന്നത് ഒരു നൈഫ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഡിസ്ചാർജ് അസംബ്ലിയും അതുപോലെ തന്നെ ഒരു നൈഫും ഇതിന് പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു പെർഫറേറ്റഡ് ബാസ്ക്കറ്റ് ഉണ്ട്. ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കലിയാണ് ഇരിക്കുന്നത്. ഒരു ഹൊറിസോണ്ടലി ഒരു ഷാഫ്റ്റിലാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്? മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വെർട്ടിക്കലായിട്ടിരിക്കുന്ന പെർഫറേറ്റഡ് ബാസ്ക്കറ്റ് ആൻഡ് വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് വിച്ച് ഈസ് ഡ്രിവൻ മോട്ടോർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ഇവിടെ എന്തുണ്ട്? ഒരു സ്ലറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻലെറ്റ് ആണ്. അതായത് ഫീഡ് ഇൻലെറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ എന്തുണ്ട്? ഒരു വാട്ടർ വാഷ് ഉണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് ഫോം ചെയ്യുന്ന കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോർഷനിലായിരിക്കും നമുക്ക് കേക്ക് ഫോം ചെയ്യുന്നുണ്ടാവുക. അതായത് ഇത് പെർഫറേഷൻസ് ആണ്. ഈ പെർഫറേഷൻസ് വഴിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വാട്ടർ പുറത്തേക്ക് പോകുന്നത്. ആൻഡ് ഈ ഒരു പോർഷനിലായിട്ട് കേക്ക് ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത കേക്കിനെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു വാഷ് വാട്ടറിൻ്റെ ഒരു ഇൻലെറ്റ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ എന്ത് പ്രസൻ്റ് ആണ്? ഫിൽട്ടർ മീഡിയവും ഇവിടെ പ്രസൻ്റ് ആണ്. പെർഫറേഷൻസിൻ്റെ അടുത്തായിട്ട് ഫിൽട്ടർ മീഡിയം വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് അസംബ്ലി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എന്തുണ്ട്? ഒരു നൈഫുണ്ട്. ഈ നൈഫിനെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന റിമൂവ് ചെയ്യുന്നത്? കേക്കിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വർക്കിംഗ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ദി ബാസ്ക്കറ്റ് ഈസ് റൊട്ടേറ്റഡ് ഹൊറിസോണ്ടലി വിത്ത് മോട്ടോർ ആൻഡ് ദെൻ ഫീഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദി ഫീഡ് ഇൻലെറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്? ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഫീഡ് ഇൻലെറ്റ് വഴിയിട്ട് നമ്മൾ ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ദി ഫിൽട്രേറ്റ് വിച്ച് പാസസ് ത്രൂ ദി പെർഫറേഷൻസ് ഇൻ ദി ബാസ്ക്കറ്റ് ഡ്യൂറിങ് ദി സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് ദ സോളിഡ് കേക്ക് റിമൈൻസ് ഇൻസൈഡ് ദി ബാസ്ക്കറ്റ് ആൻഡ് വാഷഡ് വിത്ത് വാട്ടർ. അതെന്താണ്? അപ്പോൾ നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ പെർഫറേഷൻസ് വഴിയിട്ട് എന്ത് പോവും? ഫിൽട്രേറ്റ് അല്ല എങ്കിൽ അതിൽ ആ ഒരു ലിക്വിഡ് ഫേസ് പുറത്തേക്ക് പോവും പെർഫറേഷൻസ് വഴി. ആൻഡ് അവിടെ എന്താണ്? സോളിഡ് കേക്ക് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കും. ഇനി ഈ നമുക്ക് കിട്ടിയ സോളിഡ് കേക്കിന് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനായിട്ട് നമ്മൾ വാട്ടർ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കും. ദെൻ നമ്മൾ പറയുന്നത് എന്താണ്? ദി സ്ലറി ഇൻലെറ്റ് ഈസ് സ്റ്റോപ്പഡ് ബൈ ദി
Feeler diaphragm wall once the cake of 2 to 3 inch formed. അതായത് എന്താണ് നമ്മുടെ സ്റ്റോപ്പ് സ്ലറി ഇൻലെറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ചെയ്യും. അതായത് നമുക്ക് അകത്ത് ഫോം ചെയ്ത കേക്കിൻ്റെ തിക്നെസ് അപ്രോക്സിമേറ്റ്ലി 2 to 3 ഇഞ്ച് വരെ ആകുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? നമ്മുടെ സ്ലറി ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യിക്കുന്നത് ആരാണ്? ഫീലർ ഡയഫ്രം വാൾവാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്, അതായത് സ്ലറി ഇൻലെറ്റിനെ ക്ലോസ് ചെയ്യിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ദി ഹൈഡ്രോലിറ്റിക് സിലിണ്ടർ ലിഫ്റ്റ് ദി നൈഫ് അലോങ് ദി ഡിസ്ചാർജ് കട്ട് ദി കേക്ക് ആൻഡ് കളക്ട് ത്രൂ ദി ഔട്ട്ലെറ്റ്. അതായത് എന്താണ്, നമ്മുടെ ഡിസ്ചാർജ് ചെയ്യാൻ സമയത്ത് അതായത് ഫിൽട്രേറ്റ് എല്ലാം പുറത്തേക്ക് പോയി, അതുപോലെ തന്നെ സോളിഡ് കേക്ക് ഡിസൈഡ് തിക്നെസ്സിൽ സോളിഡ് കേക്ക് ഫോം ചെയ്തു ആൻഡ് വാട്ടർ കൊണ്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? ഹൈഡ്രോലിറ്റിക് സിലിണ്ടർ വരും. ആ സിലിണ്ടർ എന്ന് പറയുന്നത് അതിലെന്ത് കാണും? ഒരു നൈഫ് കാണും. അതെന്ന് പറയുന്നത് നൈഫ് വെച്ച് കട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് ചൂട്ട് വഴിയിട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പ്രോഡക്റ്റിനെ കളക്ട് ചെയ്യുക, അതായത് ആ ഒരു കട്ട് ചെയ്തെടുത്ത കേക്കിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ദി എൻറ്റയർ സൈക്കിൾ ഈ സെമി ഓട്ടോമാറ്റിക്. അതായത് ഇവിടെ നടക്കുന്ന സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? സെമി ഓട്ടോമാറ്റിക് ആണ്. അതായത് നമ്മുടെ സ്ലറി ഇൻലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈഡ് തിക്നെസ് 2 to 3 ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി വരുമ്പോഴത്തേക്ക് സ്ലറി ഇൻലെറ്റ് ക്ലോസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? വാട്ടർ വാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ടൈമിൽ ഹൈഡ്രോലിറ്റിക് സിലിണ്ടർ ലിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിലെന്തുണ്ട്? ഒരു നൈഫുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? അതിൻ്റെ യൂസസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. യൂസഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് ഡ്രഗ് ഫ്രം മദർ ലിക്കറിൽ നിന്ന് നമുക്ക് ഡ്രഗിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് യൂസഡ് ഫോർ ഒബ്റ്റെയിനിങ് ലാർജ് ക്രിസ്റ്റൽസ്. അപ്പം ലാർജ് ക്രിസ്റ്റൽസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വാട്ടറിൽ നിന്നും അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിൽ നിന്ന് നമുക്ക് ഇതിനെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ലാർജ് ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ. then ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റാപ്പിഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്ലറി കണ്ടെയ്നിങ് എ ഹൈ സോളിഡ് കണ്ടൻറ്റ് ആൻഡ് ഈവൻ ഫോർ പേസ്റ്റ് ലൈക്ക് സ്ലറി. അതായത് ഹൈ സോളിഡ് കണ്ടന്റ് ഉള്ള സ്ലറീസിൽ നിന്നും നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? സോളിഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. ആൻഡ് ദി എൻഡ് പ്രോഡക്റ്റ് കണ്ടെയ്ൻ വെരി ലോ മോയ്സ്ചർ കണ്ടന്റ്. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു സോളിഡ് കേക്ക് അല്ലെങ്കിൽ സോളിഡ് റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം മോയ്സ്ചർ കുറവായിരിക്കും അതിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് എന്താണ്? ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. ആൻഡ് ഓൾസോ ബാച്ച് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് ഹൈ പവർ കൺസപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്താണ്? ഹൈ പവർ കൺസപ്ഷൻ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂജിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.